എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC നാളെ നടത്താനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് റിവിഷനാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2010. 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് നിലവിൽ വന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2014. 2014 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ പ്രിസണിൻ്റെ ആസ്ഥാനം? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസണിൻ്റെ ആസ്ഥാനം. ആൻസർ സംസ്ഥാന അപ്പലേറ്റ് അതോറിറ്റി. സംസ്ഥാന അപ്പലേറ്റ് അതോറിറ്റിയാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസണിൻ്റെ ആസ്ഥാനം. പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ? പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ആൻസർ പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ ആരൊക്കെയാണ്? പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നിവരാണ് പുരുഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം? ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ ആരായിരുന്നു? കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ ആരായിരുന്നു? ആൻസർ ജി രാമചന്ദ്രപിള്ള. ജി രാമചന്ദ്രപിള്ളയായിരുന്നു കേരള ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ആൻസർ തവനൂർ. മലപ്പുറം ജില്ലയിലെ തവനൂരാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ആൻസർ അലക്സാണ്ടർ ജേക്കബ്. അലക്സാണ്ടർ ജേക്കബ് ആയിരുന്നു 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്? കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് എന്താണ്? ആൻസർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ 2015. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്നത്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏത്? ആൻസർ 1962. 1962 നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ആരംഭിച്ച വർഷം? കണ്ണൂർ സെൻട്രൽ ജയിൽ ആരംഭിച്ച വർഷം? ആൻസർ 1869. 1869 കണ്ണൂർ സെൻട്രൽ ജയിൽ ആരംഭിച്ചത്. കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത ജയിലുകളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത ജയിലുകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ. ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ്
കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത ജയിലുകൾ. സംസ്ഥാനത്ത് പുരുഷന്മാർക്കായുള്ള 2 തുറന്ന ജയിലുകൾ ഏതൊക്കെയാണ്? സംസ്ഥാനത്ത് പുരുഷന്മാർക്കായുള്ള 2 തുറന്ന ജയിലുകൾ ഏതൊക്കെയാണ്? ആൻസർ നെട്ടുകാൽത്തേരി, ചീമേനി. തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയും കാസർഗോഡ് ജില്ലയിലെ ചീമേനിയുമാണ് സംസ്ഥാനത്ത് പുരുഷന്മാർക്കായുള്ള 2 തുറന്ന ജയിലുകൾ. സ്ത്രീകൾക്കായുള്ള ഏക ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ത്രീകൾക്കായുള്ള ഏക ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പൂജപ്പുര. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് സ്ത്രീകൾക്കായുള്ള ഏക ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത് എന്ന്? സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത് എന്നാണ്? ആൻസർ 2019 ജൂലൈ 3. 2019 ജൂലൈ 3-നാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത്. സംസ്ഥാനത്തെ അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വിയ്യൂർ. തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരാണ് സംസ്ഥാനത്തെ അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അതിസുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? അതിസുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? ആൻസർ ഭീകരവാദികൾ, തീവ്രവാദികൾ, അപകടകാരികളായ തടവുകാർ. ഭീകരവാദികൾ, തീവ്രവാദികൾ, അപകടകാരികളായ തടവുകാർ എന്നിവരൊക്കെയാണ് അതിസുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടത്. കേരളത്തിലെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. കേരളത്തിലെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുടെ എണ്ണം. ആൻസർ 3. കേരളത്തിലാകെ 3 വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് നിലവിലുള്ളത്. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനം. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. ആൻസർ ജില്ലാ ജയിലുകൾ. ജില്ലാ ജയിലുകളിലാണ് 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നത്. സംസ്ഥാനത്ത് എത്ര ജില്ലാ ജയിലുകളുണ്ട്? സംസ്ഥാനത്ത് എത്ര ജില്ലാ ജയിലുകളാണ് ഉള്ളത്? ആൻസർ 13. 13 ജില്ലാ ജയിലുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായുള്ള സ്ഥാപനം. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായുള്ള സ്ഥാപനം. ആൻസർ ബോർസ്റ്റൽ സ്കൂൾ. ബോർസ്റ്റൽ സ്കൂളുകളാണ് 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനം. കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. ആൻസർ സ്പെഷ്യൽ സബ് ജയിൽ. സ്പെഷ്യൽ സബ് ജയിലാണ് 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. കേരളത്തിൽ എത്ര സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്? കേരളത്തിൽ എത്ര സ്പെഷ്യൽ സബ് ജയിലുകളാണ് ഉള്ളത്? ആൻസർ 16 സ്പെഷ്യൽ സബ് ജയിലുകൾ. കേരളത്തിൽ 16 സ്പെഷ്യൽ സബ് ജയിലുകളാണ് നിലവിലുള്ളത്. 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ആൻസർ സബ് ജയിൽ. സബ് ജയിലാണ് 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ. കേരളത്തിൽ എത്ര സബ് ജയിലുകളാണ് ഉള്ളത്? കേരളത്തിൽ എത്ര സബ് ജയിലുകളാണ് ഉള്ളത്? ആൻസർ 16. കേരളത്തിൽ 16 സബ് ജയിലുകളാണ് ഉള്ളത്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്
കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ആൻസർ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ആൻസർ ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? ആൻസർ 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ആൻസർ ജസ്റ്റിസ് MM പരീതിപിള്ള. ജസ്റ്റിസ് MM പരീതിപിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമം ഏതാണ്? ആൻസർ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? ആൻസർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ആൻസർ മാനവ് അധികാർ ഭവൻ. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ആൻസർ സർവോഭവന്തു സുഖിന. സർവോഭവന്തു സുഖിന എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ. ആൻസർ 2006, 2019. 2006, 2019 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ആൻസർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത്? ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയാണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത്. UN ചാർട്ടിന്റെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ. UN ചാർട്ടറിന്റെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ. ആൻസർ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം.
സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് UN ചാർട്ടറിന്റെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. ആൻസർ 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ആൻസർ ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് എന്ന്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് എന്നാണ്. ആൻസർ 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയത് എന്നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയത് എന്നാണ്. ആൻസർ 1993 ഡിസംബർ 18. 1993 ഡിസംബർ 18 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസാക്കിയത് എന്നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസാക്കിയത് എന്നാണ്. ആൻസർ 1993 ഡിസംബർ 22. 1993 ഡിസംബർ 22 മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസാക്കിയത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്. ആൻസർ 1994 ജനുവരി 8. 1994 ജനുവരി 8 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് എന്നാണ്. ആൻസർ 1994 ജനുവരി 10. 1994 ജനുവരി 10 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നവരെ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ആൻസർ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസാണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ആൻസർ വകുപ്പ് 2 ക്ലോസ് 1 സി. വകുപ്പ് 2 ക്ലോസ് 1 സി ആണ് 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആൻസർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ആൻസർ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. ആൻസർ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ VP സിംഗ്. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. ആൻസർ സ്വീഡൻ. സ്വീഡനാണ് ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. വി ഹരിനായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ആൻസർ വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് എന്ന്? വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11. 2005 മെയ് 11 വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത്. വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് എന്ന്? വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. 2005 മെയ് 12 വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്ന്? വിവരാവകാശ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 5. സെക്ഷൻ 5 പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തിവ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമേതാണ്? അനുഭവങ്ങളുടെയും
പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തിവ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. മനഃശാസ്ത്രമാണ് അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ. അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് അപസാമാന്യ മനഃശാസ്ത്രം. അപസാമാന്യ മനഃശാസ്ത്രമാണ് അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ. വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക വ്യവഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ. വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക വ്യവഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. സാമൂഹിക മനഃശാസ്ത്രമാണ് വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക വ്യവഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ. മസ്തിഷ്കം, നാഡീവ്യൂഹം, ഇന്ദ്രിയങ്ങൾ, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ വ്യവഹാരത്തിൽ വരുത്തുന്ന സ്വാധീനത്തെപ്പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖ. മസ്തിഷ്കം, നാഡീവ്യൂഹം, ഇന്ദ്രിയങ്ങൾ, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ വ്യവഹാരത്തിൽ വരുത്തുന്ന സ്വാധീനത്തെപ്പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖയാണ് നാഡി മനഃശാസ്ത്രം. നാഡി മനഃശാസ്ത്രമാണ് മസ്തിഷ്കം, നാഡീവ്യൂഹം, ഇന്ദ്രിയങ്ങൾ, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ വ്യവഹാരത്തിൽ വരുത്തുന്ന സ്വാധീനത്തെപ്പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖ. കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ശിശു മനഃശാസ്ത്രം. ശിശു മനഃശാസ്ത്രമാണ് കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ. പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ. വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖ. വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ചികിത്സ മനഃശാസ്ത്രം. ചികിത്സ മനഃശാസ്ത്രമാണ് വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖ. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, അലസത തുടങ്ങിയവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖ. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, അലസത തുടങ്ങിയ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക മനഃശാസ്ത്രം. വ്യാവസായിക മനഃശാസ്ത്രമാണ് തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, അലസത തുടങ്ങിയവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖ. മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ്. മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവാണ് വില്യം വൂണ്ട്. വില്യം വൂണ്ടാണ് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ്. മനഃശാസ്ത്ര വിഭാഗങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ചത് ആരാണ്? മനഃശാസ്ത്ര വിഭാഗങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ചത് റോബർട്ട് എസ് വുഡ്വർത്ത്. റോബർട്ട് എസ് വുഡ്വർത്ത് ആണ് മനഃശാസ്ത്ര വിഭാഗങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ചത്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. വില്യം വൂണ്ടാണ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവാണ് വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ്. സമഗ്രവാദത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സമഗ്രവാദത്തിന്റെ ഉപജ്ഞാതാവാണ് മാക്സ് വെർത്തീമർ. മാക്സ് വെർത്തീമർ ആണ് സമഗ്രവാദത്തിന്റെ ഉപജ്ഞാതാവ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ബി വാട്സൺ. ജോൺ ബി വാട്സൺ ആണ് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്.
മാനസിക അപഗ്രഥത്തിന്റെ ഉപജ്ഞാതാവ്. മാനസിക അപഗ്രഥത്തിന്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മാനസിക അപഗ്രഥത്തിന്റെ ഉപജ്ഞാതാവ്. ബോധമനസ്സിനും അബോധമനസ്സിനും ഇടയ്ക്കുള്ള തലം. ബോധമനസ്സിനും അബോധമനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സാണ് ബോധമനസ്സിനും അബോധമനസ്സിനും ഇടയ്ക്കുള്ള തലം. സാധാരണ നിലയിലുള്ള മനസ്സ്. സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ്സ്. ബോധമനസ്സാണ് സാധാരണ നിലയിലുള്ള മനസ്സ്. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാരശക്തിയെക്കുറിച്ച് പറയുന്ന പേര്. മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാരശക്തിയെ പറയുന്ന പേരാണ് ഇദ്. ഇതാണ് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാരശക്തിയെ പറയുന്ന പേര്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ്? വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ്? ആൻസർ ഇദ്. ഇദിൻ്റെ പ്രവർത്തനമാണ് വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് എന്താണ്? മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോയാണ് മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ സന്മാർഗിക തത്വം. സന്മാർഗിക തത്വം അനുസരിച്ചാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നത് ആക്രമിക്കുന്നത് എന്ന് പറയുന്നു. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നത് ആക്രമിക്കുന്നത് എന്ന് പറയുന്നു. ആൻസർ പ്രത്യക്ഷ ആക്രമണം. പ്രത്യക്ഷ ആക്രമണമാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ നേരിട്ട് വേദനിപ്പിക്കുന്നതോ ആക്രമിക്കുന്നതോ. ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നൈരാശ്യത്തിനെ എന്തു വിളിക്കാം? ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നൈരാശ്യത്തെ ഇച്ഛാഭംഗം എന്നാണ് പറയുന്നത്. ഇച്ഛാഭംഗമാണ് ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നൈരാശ്യം എന്ന് പറയുന്നത്. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം. ആൻസർ മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദമാണ് മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും ആരോഗ്യവുമായ ഭയം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും ആരോഗ്യവുമായ ഭയത്തെ ഉത്കണ്ഠ എന്ന് പറയുന്നു. ഉത്കണ്ഠയാണ് വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും ആരോഗ്യവുമായ ഭയം. അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്തുവാനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നത് എന്താണ്? അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നതാണ് ഭയം. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതിന് എന്തു പറയുന്നു? സ്വന്തം പോരായ്മകൾ മറയ്ക്കുന്നതിനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. പ്രക്ഷേപണമാണ് സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നത്. ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് സ്പിയർമാൻ. സ്പിയർമാനാണ് ടു ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവ്. ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് തോൺ ഡൈക്ക്. തോൺ ഡൈക്കാണ് മൾട്ടി ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവ്. സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് തഴ്സ്റ്റൺ. തഴ്സ്റ്റൺ ആണ് സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആൻസർ ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരമാണ് അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത്.